പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക് നമ്മൾ ആ ദാരുണ വാർത്തയാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂർ നാട്ടികയിലാണ് സംഭവം. ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിന് മേലേക്ക് വാഹനം തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറുകയായിരുന്നു. 5 പേർക്കാണ് അന്ത്യം സംഭവിച്ചത്. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാടോടി സംഘമാണിവർ. കുറച്ചു കാലങ്ങളായി ആ മേഖലയിൽ തന്നെ ഉള്ളവരാണ്. ഇവിടെ വളരെ സുരക്ഷിതമായി വാഹനങ്ങൾ കടന്നു പോകാത്ത റോഡെന്ന നിലയിൽ അവരവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. ആ തുറസായ സ്ഥലത്ത് നിരന്ന് കിടന്നുറങ്ങുന്ന അവർക്ക് മേലെയാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. വാഹനം കയറി എന്ന് മനസ്സിലായപ്പോൾ ലോറി നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് ലോറിയെ കസ്റ്റഡിയിലെടുത്തു. ഒപ്പം ലോറി ഓടിച്ചിരുന്ന ആളിനെയും ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അവിടെ തന്നെയാണ് അവരുടെ താമസവും അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. തത്സമയ ദൃശ്യങ്ങളായി നിങ്ങൾ കാണുന്നത് ഈ ലോറിയാണ്. ഈ തടി കയറ്റി വന്ന ലോറിയാണ് നാടോടി സംഘത്തിന് മേലെ പാഞ്ഞു കയറിയത്. ലിഷോയ് ചേരുന്നു കൂടെ. ലിഷോയ്, അതിദാരുണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് എത്രത്തോളം ചെറുതായി പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, റോഡരികിൽ കിടന്നുറങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്ന്. കിടക്കാനൊരിടമില്ലാത്ത മനുഷ്യരാണ്, നാട് ചുറ്റി ജീവിക്കുന്നവരാണ്. അവർക്ക് മറ്റെങ്ങും തലചായ്ക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് കിടന്നതാണ്. അങ്ങനെ അശരണരായ ഒരു കൂട്ടം ജനങ്ങൾക്ക് മേലെയാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യർ. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ ലിഷോയ്. മോത്തി, ഈ കാണുന്ന ലോറിയാണ് അപകടത്തിൽ പെട്ടത്. അതായത് ഇത്രയധികം ആളുകളുടെ ദേഹത്തുകൂടെ പാഞ്ഞു കയറിയ ലോറിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഈ ഡിവൈഡർ ഇടിച്ച് തെറിപ്പിച്ച ശേഷം മുന്നോട്ടേക്ക് ഇത് വരികയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നിർത്താതെ വന്നതിന് ശേഷം ഈ മുകളിലൂടെയാണ് സാധാരണഗതിയിൽ ഇതൊരു ഓവർ ബ്രിഡ്ജിൻ്റെ ജോലികൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇത് തൃപ്രയാർ ആ ഭാഗത്തേക്ക് പോകുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ ജോലികൾ, അതിൻ്റെ ലാൻഡിങ് പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ തുടക്ക ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ആ ഭാഗത്ത് ആണ് ഇവർക്ക് ലോറി അവിടെ അവരുടെ ദേഹത്തൂടെ ഇടിച്ച് കയറിയ ശേഷം പിന്നീട് നേരെ പോകുന്ന സമയത്ത് കേൾക്കാം. നേരെ വന്ന സമയത്താണ് ഇത്തരത്തിൽ നേരെ വന്ന സമയത്ത് പിന്നീട് ആ റോഡ് അവിടെ അവസാനിക്കുകയായിരുന്നു. റോഡ് അവസാനിച്ചപ്പോൾ ഇവർ തൊട്ടടുത്ത വഴിയിലൂടെ എടുത്തു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെയും ഈ റോഡിന് ഒരു എൻഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ ജോലികൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പിന്നീട് മുന്നോട്ടേക്ക് വാഹനം പോകാൻ കഴിയാത്ത സ്ഥിതിയായി. അങ്ങനെയാണ് ഈ വാഹനം ഇവിടെ ഇടിച്ച് നിർത്തിയത്. എന്തായാലും ഇടിച്ച ശേഷം വാഹനം മുന്നോട്ടേക്ക് വരികയായിരുന്നു. ചേട്ടൻ, നിങ്ങൾ ഇവിടത്തുകാരാണോ? ഞങ്ങൾ ഇവിടുത്തെ. ഈ ലോറി അപ്പം എപ്പോഴാണ് വന്നതെന്നും നിങ്ങൾ കണ്ടിരുന്നു? പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് വിവരം അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പം അവിടെ മറ്റേ ഇതിൽ ക്രോസിങ്ങിൽ അത് ഇപ്പം ഒരുവിധ ആൾക്കാർക്ക് അറിയാതെ ഇടിച്ച് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ സംസാര വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് നല്ല ഫിറ്റായിട്ട് വണ്ടി ഓടിച്ചിരുന്നെന്ന് പറയുന്നത്. അവിടെ ആദിവാസികൾ അതിൻ്റെ പടിഞ്ഞാറ് സൈഡിലും കിടന്നിരുന്നു, ഇപ്പുറത്തും കിടന്നിരുന്നു. അവിടെ വാഹനങ്ങൾ പോവാനായിട്ട് ഒരു വഴിയില്ലാത്ത കാരണം ഇവർ കിടന്നിരുന്നതാണ്. ഇയാൾ ഇടിച്ചു കയറിയതാണ്. ഈ ഒരു സ്ഥലത്ത് ആണ് ഈ ലോറി നിലവിൽ ഉള്ളത്. അതായത് ഈ ലോറിയുടെ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്നതെന്നുള്ള മറ്റൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പുലർച്ചെ ആയതിനാൽ തന്നെ ഡ്രൈവർ ഉറങ്ങുകയായിരുന്നു. ക്ലീനറെ വാഹനം ഏൽപ്പിച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ക്ലീനർക്ക് ഈ വാഹനം, ഇത്തരത്തിലുള്ള ഹെവി വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് ഇത് തികച്ചും വളരെ ദാരുണമായ സംഭവം. അത് സംഭവിച്ചിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നതാകട്ടെ ഇത്തരത്തിൽ അനുമതിയില്ലാതെ, അതായത് നിയമപരമായി ഈ വാഹനം ഓടിക്കാൻ അനുമതിയില്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇവരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.